ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്രിഞ്ചസ് വേൾഡ്. അപ്പോൾ എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, കാരണം എനിക്ക് നല്ല പനിയും ചുമയൊക്കെ പിടിച്ചിട്ടുണ്ട്. പനി ഇതുവരെ വന്നിട്ടില്ല, തൊണ്ടവേനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇനി പനിക്ക് എത്തും. സോ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ സൗണ്ടിൽ സംസാരിക്കുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചേർക്കൊക്കെ മനസ്സിലാവും നമ്മളുടെ എവിടെയുള്ളത്. നമ്മളിപ്പോൾ റിലാക്സ് ഹോട്ടലിലാണ് ഉള്ളത്. പറ അതെ, കൊടുങ്ങല്ലൂരാണ്. ചിരി കേൾക്കുമ്പോ തന്നെ നിങ്ങൾ നമ്മള് നമ്മുടെ ഫാമിലി ആയിട്ട് ഒന്ന് കൂടിയതാണ് ഇവിടെ അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, ഞാനും ലിയാമുണ്ടാ ഉള്ളിലോട്ട് കയറിയപ്പോൾ എല്ലാവരും ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, എല്ലാവരും കൂടെ ഫുഡ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, അവർ ഞാനും ലിയാമും കഴിക്കാമെന്ന് വിചാരിച്ചു. ലിയാമും പൊറോട്ട, ഞാൻ ഫ്രൈഡ് റൈസുമായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ഫുഡ് എന്ന് പറയുന്നത് മലായ് ചിക്കൻ, ഫ്രൈഡ് റൈസ്, പൊറോട്ട, പിന്നെ 65 ചിക്കൻ, ദം ബീഫ്, അങ്ങനത്തെ ഫുഡായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. ഇത്ര ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കണ്ടില്ലേ, 65 കിടക്കണ കിടപ്പൊക്കെ. പിന്നെ സൂപ്പ് ഉണ്ടായിട്ടോ, സൂപ്പ് ഞാൻ മറന്നു പറയാം. സൂപ്പിലുണ്ടായിരുന്നു ചില്ലി, നമ്മുടെ ലോലിപോപ്പ്, ചില്ലി ചിക്കൻ, അങ്ങനെയെല്ലാം ഉണ്ടായി. അപ്പോൾ ലൈസാമ്പത്തിനാണ് ചില്ലി ചിക്കൻ, അല്ല സോറി, ചിക്കൻ ലോലിപോപ്പ്. നല്ല രസമില്ല, ചിക്കൻ ലോലിപോപ്പിൻ്റെ കാലിനൊക്കെ അടിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഫുഡും ഞാൻ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാ ഫുഡും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചില്ലി ചിക്കൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തത് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, 65, പിന്നെ നമ്മുടെ ഗാർലിക് ചിക്കൻ, പിന്നെ ദം ബീഫ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ നാടൻ ബീഫിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ദം ബീഫ്. ഒരു ബ്ലാക്ക് കുടത്തിലായിരുന്നു അത് കൊണ്ടു തന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനും കഴിക്കാനും. ലിയാമു എടുത്തത് നമ്മുടെ ദം ബീഫും പിന്നെ പൊറോട്ടയായിരുന്നു. അവളാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും കൂടെ പറഞ്ഞിട്ട്. എൻ്റെ കൈസ് ഇപ്പം കഴിയും കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. കണ്ട കൈസ്, എൻ്റെ കഴിഞ്ഞ അവനിപ്പോൾ കൈ എഴുതണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ടാറ്റ ബൈ ബൈ സി യു എന്നും പറഞ്ഞ് പിരിയാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ നീൻ കുഞ്ഞാടെ ആൽബം കുഞ്ഞുമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്തായാലും അത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആ വീട്ടിൽ കൊടുത്തു. എന്നിട്ട് ഇതൊക്കെ ആയിരുന്നു ഫോട്ടോസ്, നിങ്ങളെല്ലാവരും കാണും. ഇതിൻ്റെ ഫുൾ വീഡിയോ, വെഡ്ഡിങ്ങിൻ്റെ ആൽബമിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ എന്തായാലും ഇടുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്, എന്തായാലും കാണൂ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു നീൻകുഞ്ഞാനെ കാണാനും. കൂടുതലും ഇഷ്ടമായത് ഒരു മരത്തിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിനകത്ത് കാണാൻ ഇപ്പം നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇതാണ്, ഇതും പിന്നെ വേറെ എണ്ണം കൂടി ഉണ്ട്. അതന്നെ, ഇത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതാ നിക്കാഹിൻ്റെ ഫോട്ടോ. ഇതൊക്കെ നീൻകുഞ്ഞാടെ സിംഗിൾ ഫോട്ടോസ് ആട്ടോ. ഇത് കല്യാണത്തിൻ്റെ അന്നത്തെ ഫോട്ടോ, നല്ല ഭംഗിയിൽ മേക്കപ്പൊക്കെ ഉമ്മച്ച് ചെയ്തതാട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്തതാട്ടോ. ഇപ്പോൾ ഗൈസ്, ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഫോട്ടോ നമ്മുടെ ഫോണിൽ ഷൂട്ട് ചെയ്ത ഫോട്ടോസ് ആട്ടോ. ബ്രൈഡ് ടു ബീഡൊക്കെ ക്യാമറയിൽ എടുത്തതല്ല. ഈ ലാസ്റ്റ് കാണുന്ന ഫോട്ടോസ് ഇല്ലേ കല്യാണത്തിൻ്റെ, അത് ഞാൻ എടുത്തു കൊടുത്തതാട്ടോ. നല്ല ഭംഗിയില്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.